ക്രിസ്തുവിൽ സ്നേഹമുള്ള പ്രിയ സഹോദരി സഹോദരന്മാരെ, ക്രിസ്മസ് കഴിഞ്ഞു വരുന്ന ഞായറാഴ്ച തിരുക്കുടുംബത്തിൻ്റെ തിരുനാളായിട്ടാണ് തിരുസഭ ആഘോഷിക്കുക. തിരുക്കുടുംബത്തിൻ്റെ തിരുനാളിൻ്റെ എല്ലാവിധ പ്രാർത്ഥനാശംസകളും നേരുന്നു. വചനധ്യാനത്തിലേക്ക് നിങ്ങളേവരെയും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്തുകൊള്ളുന്നു. തിരുക്കുടുംബത്തെ എല്ലാ ക്രിസ്തീയ കുടുംബങ്ങളുടെയും മോഡലായിട്ടാണ് തിരുസഭ കാണിച്ചു തരിക. ഒരാൾ നിരന്തരമായ രോഗങ്ങളിലൂടെയും സഹനങ്ങളിലൂടെയും കുടുംബ തകർച്ചയിലൂടെയും കടന്നു പോകുമ്പോൾ അത് ദൈവത്തിൻ്റെ ശാപമായും നല്ല ആരോഗ്യത്തോടും കുടുംബ സമാധാനത്തോടും ലൗകികമായ എല്ലാ സുസ്ഥിതിയോടും കൂടി ജീവിക്കുമ്പോൾ അത് ദൈവത്തിൻ്റെ അനുഗ്രഹവുമായും വിലയിരുത്തപ്പെടുന്ന പൊതുമനസ്സുകൾക്ക് തിരുക്കുടുംബം എപ്രകാരമാണ് നമ്മുടെ എല്ലാവരുടെയും കുടുംബങ്ങളുടെ മോഡലായിട്ട് മാറുക. കാരണം നമ്മൾ തിരുക്കുടുംബത്തിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ യൗസപിതാവും മറിയവും ഉണ്ണിയേശുവും എന്തുമാത്രം സഹനങ്ങളിലൂടെയാണ് കടന്നുപോയത്. വിവാഹ നിശ്ചയം കഴിഞ്ഞ് ശോഭനമായ ഒരു കുടുംബജീവിതത്തിലേക്ക് പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു പെൺകുട്ടിക്കാണ് കർത്താവിൻ്റെ വലിയ ദൂതുണ്ടാകുന്നത്, നീ ദൈവപുത്രൻ്റെ അമ്മയായി തീരുമെന്നുള്ളത്. ആ നിയോഗം തൻ്റെ ജീവിതത്തിലേക്ക് അവൾ ഏറ്റെടുക്കുമ്പോൾ പിന്നീട് അവളെ കാത്തിരിക്കുന്ന കാര്യങ്ങൾ വേദനാജനകമാണ്. തൻ്റെ പ്രതിശ്രുത വധുവിൽ സംശയം തോന്നിയ യൗസേപ്പ് അവളെ ഉപേക്ഷിക്കുവാൻ തീരുമാനിക്കുന്നു. ഒരു വിവാഹത്തിൻ്റെ ഡിവോഴ്സിലേക്കുള്ള ഒരു സാധ്യതയാണ് നമുക്കവിടെ കാണാൻ സാധിക്കുക. എന്നാൽ ദൈവത്തിൻ്റെ പദ്ധതി യൗസപിതാവ് ഉൾക്കൊള്ളുമ്പോൾ ആ ഒരു തകർച്ചയിൽ നിന്നും ആ കുടുംബം രക്ഷപ്പെടുന്നുണ്ട്. എന്നാൽ ദൈവത്തിൻ്റെ പദ്ധതി അവരുടെ ജീവിതത്തിലേക്ക് സ്വീകരിക്കുമ്പോൾ എന്തുമാത്രം സഹനങ്ങളിലൂടെയാണ് പിന്നീട് അവർ കടന്നു പോകുന്നത്. ദൈവത്തിൻ്റെ പക്കലേക്ക് നിരന്തരമായി മുഷ്ടി ചുരുട്ടുവാനുള്ള അനേകം അവസരങ്ങൾ അവരുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നുണ്ട്. സത്രത്തിൽ സ്ഥലം കിട്ടാതെയാകുമ്പോൾ അവർക്ക് ലഭിക്കുന്ന ഏക ആശ്രയം കാലിത്തൊഴുത്താണ്. ഒറ്റപ്പെടുത്തലുകളുടെയും അവഗണനയുടെയും പട്ടിണിയുടെയും ഒക്കെ പ്രതീകമായിട്ടാണ് കാലിത്തൊഴുത്ത് അവരുടെ മുമ്പിൽ നിലകൊള്ളുക. യേശുവിൻ്റെ ജനനത്തിന് ശേഷം എന്തുമാത്രം യാതനകളാണ് അവരുടെ ജീവിതത്തിൽ അവർ ഏറ്റെടുക്കുന്നത്. ഇത് ദൈവനിയോഗമായിരുന്നെങ്കിൽ ആ കുടുംബത്തെ സുസ്ഥിരമായ രീതിയിൽ ദൈവത്തിനെ സംരക്ഷിക്കാമായിരുന്നില്ലേ? എന്നാൽ അവരുടെ നിരന്തരമായ പലായനങ്ങളും ജീവിതത്തിൽ അവർ അനുഭവിക്കുന്ന ദുരിതങ്ങളുമൊക്കെ പൊതുമനസ്സുകൾക്ക് ദൈവത്തിൻ്റെ ശാപമായിട്ടല്ലേ കാണാൻ സാധിക്കൂ. വീണ്ടും നമ്മൾ ദൈവപുത്രൻ ജീവിക്കുന്ന കുടുംബത്തിൻ്റെ അവസ്ഥ പരിശോധിക്കുമ്പോൾ എന്തുമാത്രം സഹനങ്ങളിലൂടെയാണ് ആ കുടുംബം കടന്നു പോകുന്നതെന്ന് നമുക്ക് കാണാൻ സാധിക്കും. സഹനത്തിൻ്റെ പൂർത്തീകരണമായി വിധവയായ സ്ത്രീ തൻ്റെ ഏകപുത്രൻ്റെ ദാരുണമായ അന്ത്യം നോക്കി കാണുന്ന അവസ്ഥയിലേക്ക് അവർ കടന്നു വരുന്നുണ്ട്. ഇപ്രകാരം നിരന്തരമായ വേദനയിലൂടെയും തകർച്ചയിലൂടെയും കഷ്ടപ്പാടുകളിലൂടെയും കടന്നു വന്ന ഒരു കുടുംബത്തെ നോക്കിയാണ് തിരുസഭ നമ്മോട് പറയുക, നമ്മുടെ എല്ലാവരുടെയും കുടുംബങ്ങൾക്ക് മാതൃകയാണ് തിരുക്കുടുംബമെന്ന്. എപ്രകാരമാണ് തിരുക്കുടുംബം നമ്മുടെ കുടുംബങ്ങൾക്ക് മാതൃകയായി തീരുന്നത്? മനഃശാസ്ത്രപരമായ പഠനങ്ങൾ പറയുക, പ്രതികൂലമായ സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ മനുഷ്യൻ ഏറ്റവും നീചനായി തീരുന്നു എന്നുള്ളതാണ്. എന്നാൽ അതിന് ബദലായി ആന്റൺ ചെക്കോവിൻ്റെ മനോഹരമായൊരു വാചക പ്രകാരമാണ്, മാൻ വിൽ ബിക്കം ബെറ്റർ ഇഫ് യു ഷോ ഹിം വാട്ട് ഹീ ഈസ് ലൈക്ക്. മനുഷ്യൻ എപ്രകാരമുള്ള വ്യക്തിയാണെന്ന് നീ അവനെ കാണിക്കുകയാണെങ്കിൽ അവൻ മനോഹരമായി ജീവിക്കുമെന്ന്. യഥാർത്ഥത്തിൽ പ്രതികൂലമായ സാഹചര്യങ്ങളിൽ നമ്മൾ ദൈവോന്മുഖമായും കൂടുതൽ മാനുഷികമായും ജീവിക്കുന്നു എന്നാണ് തിരുക്കുടുംബം നമ്മളെ പഠിപ്പിക്കുക. രണ്ടാം ലോക മഹായുദ്ധകാലത്ത് ജർമ്മനി ലണ്ടനിലെ സാധാരണ ജനങ്ങൾക്കിടയിൽ ബോംബുകൾ വർഷിക്കുന്ന ഒരു സംഭവമുണ്ട്. അവരുടെ ആത്മവീര്യം കെടുത്തുക എന്നുള്ളതായിരുന്നു അവരുടെ ലക്ഷ്യം. എന്നാൽ അവിടെ പ്രവർത്തിച്ചിരുന്ന ഒരു കൗൺസിലിംഗ് സെൻറ്റർ പോലും പിന്നീട് തുറന്ന് പ്രവർത്തിക്കേണ്ടി വന്നില്ല. കാരണം ജനങ്ങൾ അത്രമാത്രം ശക്തരായിരുന്നു. തകർന്നു പോയ ഒരു പബ്ബിൻ്റെ കട്ടളപ്പടിയിൽ ഇപ്രകാരം എഴുതി വച്ചിട്ടുണ്ടായിരുന്നു, വിൻഡോസ് ആർ ഗോൺ ബട്ട് അവർ സ്പിരിറ്റ്സ് ആർ എക്സലൻറ്റ്, കം ഇൻ ആൻഡ് എൻജോയ്. ഞങ്ങളുടെ ജനലും വാതിലുമൊക്കെ നഷ്ടപ്പെട്ടു, എന്നാൽ ഞങ്ങളുടെ ആത്മവീര്യം കെട്ടുപോയിട്ടില്ല, നിങ്ങൾ വരുവിൻ, ആഹ്ലാദിക്കുവിൻ എന്നാണ് അവിടെ എഴുതി വച്ചിരിക്കുക. ഇപ്രകാരം പ്രതികൂലമായ സാഹചര്യങ്ങളിലും മനോഹരമായിട്ട് ജീവിക്കാൻ സാധിക്കും എന്ന സന്ദേശം തന്നെയാണ് തിരുക്കുടുംബം നമ്മുടെ മുന്നിലേക്ക് എടുത്തു വയ്ക്കുന്ന ഏറ്റവും മനോഹരമായ വെല്ലുവിളി. ഇന്ന് ലോകത്തിൻ്റെ അവസ്ഥകളിലേക്ക് നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ എന്തുമാത്രം പ്രശ്നങ്ങളിലൂടെയാണ് ഓരോ കുടുംബവും കടന്നു പോകുന്നതെന്ന് നമുക്ക് കാണാൻ സാധിക്കും. ജീവിതത്തിൻ്റെ സങ്കീർണമായ പ്രശ്നങ്ങളിൽ അകപ്പെട്ട് ഓരോ കുടുംബങ്ങളും എന്തുമാത്രം തകർച്ചയിലൂടെയാണ് കടന്നു പോവുക. ഇന്ന് ലോകത്തിൽ നടമാടുന്ന യുദ്ധത്തിൻ്റെയും മറ്റ് ഭീകര
പ്രവർത്തനങ്ങളുടെയും ഒക്കെ ഫലമായി എന്തുമാത്രം കുടുംബങ്ങളാണ് തകർന്നു പോകുന്നത്. മൃത്യു രാഷ്ട്രീയത്തിൻ്റെ പാലസ്തീൻ വിലാപങ്ങൾ എന്ന തലക്കെട്ടിൽ മാതൃഭൂമിയിൽ വന്ന ഒരു ലേഖനം യുദ്ധത്തിൻ്റെ ഭീകരമായ അവസ്ഥകളെ വരച്ചു കാണിക്കുന്നുണ്ട്. പലായനം ചെയ്യപ്പെടുന്ന ഭവനങ്ങൾ, എത്രയോ കുട്ടികളും സ്ത്രീകളും വൃദ്ധരുമാണ് അനാഥരായിട്ട് മാറുന്നത്. പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് പാപ്പ പറയുക, യുദ്ധത്തിൻ്റെ ഏറ്റവും ക്രൂരമായ അനന്തരഫലം എന്ന് പറയുന്നത് അത് കുടുംബങ്ങളുടെ തകർച്ചയാണ്. എത്രയോ കുടുംബങ്ങളാണ് സ്വപ്നങ്ങൾ നശിച്ച് വഴിയാധാരമായി തീരുന്നത്. ഇപ്രകാരം ലോകത്തിൽ നടമാടുന്ന എല്ലാ ഭീകരതയുടെയും ഫലമനുഭവിക്കുന്നത് കുടുംബങ്ങളാണ്. ധാർമ്മികമായ മൂല്യങ്ങൾക്ക് അധികം വില കൽപ്പിക്കപ്പെടാതെ പോകുന്ന ഒരു സാഹചര്യം നമ്മുടെ സമൂഹങ്ങളിൽ നിലനിൽക്കുന്നുണ്ട്. ഇന്ന് പലപ്പോഴും കുടുംബജീവിതവും ഓരോ കുടുംബത്തിൻ്റെയും വിശ്വാസ ജീവിതവും ഉപരിപ്ലവമായി മാത്രം നിലനിൽക്കുന്ന ഒന്നായിത്തീരുന്ന അവസ്ഥയാണ് നമുക്ക് കാണാൻ സാധിക്കുക. വിശ്വാസം എന്ന് പറയുന്നത് പല പ്രകടനങ്ങളുടെയും ഒരു പ്രകടനമായി മാത്രം മാറുന്നു. യേശുവിൻ്റെ മനോഹരമായ ഒരു ആഹ്വാനമുണ്ട്, ആഴങ്ങളിലേക്ക് നീക്കി വലിയിറക്കുകയെന്ന്. നമ്മുടെ വിശ്വാസത്തിൻ്റെ ആഴങ്ങളിലേക്ക്, കുടുംബ ബന്ധങ്ങളുടെ ആഴങ്ങളിലേക്ക്, കുടുംബ സമാധാനത്തിൻ്റെ ആഴങ്ങളിലേക്ക് പ്രവേശിക്കാൻ തിരുക്കുടുംബം നമ്മളെ സഹായിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. തിരുക്കുടുംബം നമ്മുടെ കുടുംബത്തിൻ്റെ മോഡലായിട്ട് മാറുമ്പോൾ ആ കുടുംബത്തിൽ നിലനിന്നിരുന്ന ദൈവവിശ്വാസത്തിൻ്റെയും എളിമയുടെയും ലാളിത്യത്തിൻ്റെയും കാരുണ്യത്തിലധിഷ്ഠിതമായ സ്നേഹത്തിൻ്റെയും നല്ല പാഠങ്ങൾ നമ്മുടെ ഓരോരുത്തരുടെയും കുടുംബത്തിലേക്ക് പ്രവേശിപ്പിക്കുവാൻ നമുക്കാകട്ടെ എന്ന് ആശംസിക്കുന്നു. തിരുക്കുടുംബത്തിൽ കണ്ടിരുന്ന ഏറ്റവും മഹത്തായ ഒരു കാര്യമാണ് ദൈവവിശ്വാസം എന്നുള്ളത്. ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് പറഞ്ഞുകൊണ്ട് ദൈവഹിതത്തിന് പൂർണ്ണമായും കീഴ്വഴങ്ങുന്ന മറിയത്തെ നമുക്ക് കാണാൻ സാധിക്കും. സ്വപ്നത്തിലെ നിർദ്ദേശം അതേപടി തൻ്റെ ജീവിതത്തിലേക്ക് സ്വീകരിക്കുന്ന യൗസപിതാവിനെ നമുക്ക് കാണാൻ സാധിക്കും. ഗെത്സമേൻ തോട്ടത്തിൽ എൻ്റെ ഇഷ്ടമല്ല അവിടുത്തെ ഇഷ്ടം നിറവേറ്റേ എന്ന് പറഞ്ഞുകൊണ്ട് പിതാവിൻ്റെ ഹിതത്തിന് പൂർണ്ണമായും കീഴ്വഴങ്ങുന്ന യേശുവിനെ നമുക്ക് കാണാൻ സാധിക്കും. ഇപ്രകാരം ദൈവഹിതത്തിന് പൂർണ്ണമായും കീഴ്വഴങ്ങുന്ന വിശ്വാസത്തിൻ്റെ വെളിച്ചമുള്ള കുടുംബമാണ് തിരുക്കുടുംബം. ആ വെളിച്ചം നമ്മുടെ ഓരോരുത്തരുടെയും കുടുംബങ്ങളിലേക്ക് പ്രകാശിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ പ്രതിസന്ധി ഘട്ടങ്ങളിലൊക്കെ ദൈവത്തെ മുറുകെ പിടിച്ചുകൊണ്ട് ദൈവവിശ്വാസത്തിൽ അടിയുറച്ചുകൊണ്ട് മുന്നേറുവാനുള്ള കൃപ നമുക്കുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ഇന്നത്തെ വായനകളിൽ നമ്മൾ കാണുന്നുണ്ട്, അബ്രാഹം വിശ്വാസത്തിൻ്റെ പിതാവാണ്. തൻ്റെ ജീവിതത്തിലെ ഏറ്റവും പ്രതിസന്ധി നിറഞ്ഞ ഒരു ഘട്ടത്തിൽ ദൈവത്തിൻ്റെ സ്വരം തിരിച്ചറിഞ്ഞ് നക്ഷത്രങ്ങളിലേക്ക് കണ്ണുകളൂന്നി തൻ്റെ ജീവിതത്തിനെ നയിച്ച വ്യക്തിയാണ് അബ്രാഹം. അനിശ്ചിതത്വത്തിലും ദൈവത്തിൻ്റെ സ്നേഹസ്പർശം തിരിച്ചറിഞ്ഞ വ്യക്തി. ഇന്നത്തെ സുവിശേഷ ഭാഗത്ത് നമ്മൾ കാണുന്നുണ്ട് ശമയോൻ ഉണ്ണിയേശുവിനെ തിരിച്ചറിയുന്നത്. അനേകം ജനങ്ങൾക്ക് വേണ്ടി അങ്ങ് ഒരുക്കിയിരിക്കുന്ന രക്ഷ ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടു കഴിഞ്ഞു, എന്നെ സമാധാനത്തിൽ വിട്ടയക്കണമെന്ന് അദ്ദേഹം പ്രാർത്ഥിക്കുന്നു. വർഷങ്ങളോളം വിധവയായി കഴിഞ്ഞ അന്ന എന്ന സ്ത്രീയും അവിടെ ദൈവത്തിൻ്റെ സാന്നിധ്യം തിരിച്ചറിയുന്നുണ്ട്. ഇപ്രകാരം നമ്മുടെ ജീവിത പ്രശ്നങ്ങളിലുമൊക്കെ കർത്താവിൻ്റെ സാന്നിധ്യം തിരിച്ചറിഞ്ഞ് സമാധാനം അനുഭവിക്കുന്ന കുടുംബങ്ങളായി നമ്മുടെ കുടുംബങ്ങളെ തീർക്കണമേ എന്ന് നമ്മൾക്ക് അപേക്ഷിക്കാം. തിരുക്കുടുംബത്തിൽ നമ്മൾ കാണുന്ന ഏറ്റവും മനോഹരമായ ഗുണമാണ് ലാളിത്യം എന്നുള്ളത്. ആവശ്യത്തിൽ കൂടുതൽ ഒന്നും വേണ്ട എന്ന ചിന്തയാണ് ലാളിത്യം. ലാവോത്സെ എന്ന തത്വചിന്തകന് പ്രകാരം പറയുന്നുണ്ട്, ഉള്ളതിൻ്റെ മേന്മയിരിക്കുന്നത് ഇല്ലായ്മയിലാണ്. നമ്മൾ കല്ലുകൊണ്ടും മരം കൊണ്ടുമൊക്കെ വീട് പണിയും, എന്നാൽ നമ്മൾക്ക് ഉപകാരപ്രദമായിരിക്കുന്നത് വീടിൻ്റെ ഉൾവശമാണ്. നമ്മൾ മണ്ണുകൊണ്ട് കലങ്ങൾ ഉണ്ടാക്കും, എന്നാൽ കലത്തിൻ്റെ ഉൾഭാഗമാണ് നമുക്ക് ഉപയോഗപ്രദമായിരിക്കുക. കൂടുതൽ ആർജിക്കുന്നതിലാണ് സന്തോഷമിരിക്കുക എന്നാണ് ഇന്ന് സാധാരണ മനുഷ്യരുടെ ചിന്താഗതി. അതുകൊണ്ടാണ് ഇന്ന് മനുഷ്യർ സമ്പത്തിൻ്റെയും അധികാരത്തിൻ്റെയും സൗഹൃദങ്ങളുടെയും ഒക്കെ പിന്നാലെ പായുക. ഇപ്രകാരം നമ്മൾ പായുമ്പോൾ നമ്മൾക്ക് നഷ്ടപ്പെടുന്നത് നമ്മുടെ ജീവിതം തന്നെയാണ് എന്ന തിരിച്ചറിവിലേക്ക് നമ്മൾ വരണം എന്നാണ് തിരുക്കുടുംബം നമ്മളെ പഠിപ്പിക്കുക. ഇപ്രകാരം നമ്മൾ പായുമ്പോൾ നമ്മൾക്ക് നഷ്ടപ്പെടുന്നത് മനോഹരമായ ജീവിതമാണ്. ഇന്ന് നമ്മുടെ ഭവനങ്ങളിൽ സ്വാർത്ഥതയുടെ ചുമരുകൾ വളരുകയും മുറികൾ ചെറുതാവുകയും ചെയ്യുന്നു. ഇപ്രകാരം നമ്മൾ ശ്വാസം മുട്ടുകയും നമ്മൾക്ക് മരണം സംഭവിക്കുകയും ചെയ്തേക്കാം. പ്രകാശമുള്ള വിശാലമായ മുറികളാണ് നമുക്ക് ആവശ്യം. യഥാർത്ഥമായ ലാളിത്യം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ തിരുക്കുടുംബത്തെ പോലെ പ്രകാശമുള്ള ഭവനങ്ങളായി നമ്മുടെ ഭവനങ്ങളും മാറ്റപ്പെടും. തിരുക്കുടുംബത്തിലെ മറ്റൊരു വലിയ പ്രത്യേകതയാണ് കാരുണ്യം. നമ്മുടെ ഉത്തരവാദിത്തത്തിനും പുറത്തുള്ളവരിലേക്കും നമ്മുടെ ഉത്തരവാദിത്വം ഒഴുകുന്നതാണ് കരുണ. കാരുണ്യ പ്രവൃത്തികളിലേക്ക് വിവർത്തനം ചെയ്യപ്പെടാത്ത കരുണ ഈ ലോകത്തിലെ
ഏറ്റവും നീചമായ പ്രവൃത്തി എന്നാണ് പറയുക. തിരുക്കുടുംബത്തിലേക്ക് നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ അവർ പരസ്പരം കാണിക്കുന്ന കാരുണ്യമാണ് അവരുടെ കുടുംബത്തെ കൂടുതൽ കെട്ടുറപ്പുള്ളതാക്കി മാറ്റിയത് നമുക്ക് കാണാൻ സാധിക്കും. യഥാർത്ഥമായ കാരുണ്യമുള്ളപ്പോഴാണ് പരസ്പരം അംഗീകരിക്കാനും ബഹുമാനിക്കാനും ഉൾക്കൊള്ളുവാനും സാധിക്കുക. തിരുക്കുടുംബം നമ്മളെ കരുണയുള്ള വ്യക്തികൾ നിറഞ്ഞ കുടുംബമായി തീരാൻ നമ്മുടെ കുടുംബത്തെ തിരുക്കുടുംബം അനുഗ്രഹിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. തിരുക്കുടുംബത്തിലേക്ക് നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ മറ്റൊരു പ്രത്യേകതയാണ് എളിമ. അപരനിലെ നന്മയെ കണ്ടെത്തുവാനുള്ള എളുപ്പവഴിയാണ് എളിമ. ബന്ധങ്ങളുടെ ഉപരിപ്ലവമായ ഏറ്റക്കുറച്ചിലുകൾക്കപ്പുറം അവരുടെ ജീവിതത്തിലെ നന്മയും സത്യസന്ധതയും തിരിച്ചറിയുക എന്നുള്ളതാണ് എളിമയിലൂടെ നമ്മൾക്ക് ഈ ലോകത്തിൽ നേടാൻ കഴിയുന്ന ഏറ്റവും വലിയ കാര്യം. ഇന്ന് പലപ്പോഴും നമ്മൾ ഇംപ്രഷനുകൾക്ക് മീതെ ജീവിക്കുന്ന വ്യക്തികളാണ്. മറ്റുള്ളവർ അടിച്ചേൽപ്പിക്കുന്ന ഇംപ്രഷനുകൾ അതിൻ്റെ വെളിച്ചത്തിൽ അവരെ വിധിക്കുകയും, എന്നാൽ ഇംപ്രഷനുകൾക്ക് അപ്പുറമായിട്ട് ഒരു മനുഷ്യൻ്റെ യഥാർത്ഥ സത്തയെ തിരിച്ചറിയുവാൻ നമുക്ക് സാധിക്കണം. ഒരു മനുഷ്യൻ്റെ നന്മയെ തിരിച്ചറിയാൻ സാധിക്കണം. അവൻ്റെ സത്യസന്ധതയെ തിരിച്ചറിയാൻ സാധിക്കണം. സ്വയം എളിമപ്പെടുന്നവർക്ക് മാത്രമേ ആ ഒരു അവസ്ഥയിലേക്ക് പ്രവേശിക്കാൻ സാധിക്കുകയുള്ളൂ. ഒരു മരത്തിൻ്റെ സ്വച്ഛന്തമായ വളർച്ച പോലെയാണ് എളിമയുള്ള വ്യക്തികൾ. ആ മരം വളർന്നു വരുമ്പോൾ മറ്റുള്ളവർ കാണുന്നില്ല അത് വളരുകയാണെന്ന്. അതിനേക്കാൾ മനോഹരമായ മറ്റു മരങ്ങൾ ചുറ്റുമുണ്ടായിരിക്കാം. എന്നാൽ ഈ മരം അതൊന്നും ശ്രദ്ധിക്കുന്നില്ല. തൻ്റെ സ്വച്ഛന്തമായ വളർച്ച മാത്രമാണ് അത് ശ്രദ്ധിക്കുക. ഇപ്രകാരം എളിമയുള്ള വ്യക്തികൾ അവർ മറ്റുള്ളവരുടെ നന്മയെ തിരിച്ചറിയുന്നതോടൊപ്പം തന്നെ സ്വന്തം നന്മയെ വളർത്തിക്കൊണ്ടുവരും. ഇന്ന് പലപ്പോഴും കുടുംബങ്ങൾ പലവിധത്തിലുള്ള പടിയിറങ്ങലുകളുടെ വേദന അനുഭവിക്കുന്ന കുടുംബങ്ങളാണെന്ന് നമുക്ക് കാണാൻ സാധിക്കും. സ്നേഹത്തിൽ നിന്നും സൗഹൃദത്തിൽ നിന്നും വാത്സല്യത്തിൽ നിന്നും ദൈവഭക്തിയിൽ നിന്നും ഒക്കെ പടിയിറങ്ങിപ്പോകുന്ന എത്രയോ കുടുംബങ്ങളുണ്ട്. നമ്മുടെ എല്ലാവരുടെയും കുടുംബങ്ങളെ തിരുക്കുടുംബത്തിന് സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. മാതാവിനെ പോലെ, യൗസപിതാവിനെ പോലെ, ഉണ്ണിയേശുവിനെ പോലെ ദൈവഹിതത്തിനെ തങ്ങളെ തന്നെ സമർപ്പിച്ചുകൊണ്ട് എളിമയോടും വിശ്വാസത്തോടും കരുണയോടും ലാളിത്യത്തോടും കൂടി ജീവിച്ച ആ കുടുംബം നമ്മുടെ കുടുംബത്തിന് വലിയൊരു മാതൃകയാകട്ടെ. തിരുക്കുടുംബത്തിൻ്റെ സുഹൃതങ്ങൾ നമ്മുടെ കുടുംബത്തിലും വളർന്നു വരുവാൻ ദൈവം ഇടയാകട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ആമേൻ.